ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഒരു ഫേസ് പാക്ക് വീഡിയോ ആണ്. ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ 2 സ്റ്റെപ്പായിട്ട് നമുക്ക് എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്നൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടാൻ തലേ ദിവസം എന്ത് ചെയ്താൽ മതി എന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ചേഞ്ച് മനസ്സിലാവും. ഞാൻ ഇപ്പോൾ ഫേസ് വാഷ് ചെയ്ത് നിൽക്കുന്നത് ഞാൻ എൻ്റെ ഫേസിൽ ഒന്നും ഇല്ലാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ലിപ്സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ആദ്യം മുതൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇത് റിസൾട്ട് ഉള്ള കാര്യമാണ് കേട്ടോ. ഇത് ലൈവ് റിസൾട്ട് നിങ്ങൾക്ക് നിങ്ങളെ മുമ്പിൽ തന്നെ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് തന്നെ സങ്കടം വരുന്നുണ്ട്, അത്രയ്ക്കും ഒരു കോലത്തിലായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ ഏത് അലോവേറ ജെല്ലാണുള്ളതെന്നുണ്ടെങ്കിൽ അതെടുത്ത് നല്ലപോലെ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ചെയ്താൽ എനിക്ക് റിസൾട്ട് ഉറപ്പാണ് കേട്ടോ. കാരണം ഞാൻ ഇടയ്ക്ക് ചെയ്യാറുള്ളതാണ്. നല്ലപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഫേസ് റൈസർ വെച്ചിട്ട് നിങ്ങളുടെ ഫേഷ്യൽ ഹെയർസൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. എല്ലായിടത്തും ഇവിടെ വരുന്നതും മൊത്തം ഫേഷ്യൽ ഹെയർസൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം തന്നെ നിങ്ങളെ ഫേസിൽ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പം ഞാൻ എൻ്റെ ഫേഷ്യൽ ഹെയർസൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കട്ടെ, ഇങ്ങോട്ടും പോയിട്ട് ചെയ്തിട്ട് പോകാം. ഓക്കെ, എൻ്റെ ഫേഷ്യൽ ഹെയർസൊക്കെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ എൻ്റെ അണ്ടർ ഐസൊക്കെ നല്ലോണം ഡാർക്കനായിട്ടുണ്ട്. അപ്പോൾ അത് ഇഗ്നോർ ചെയ്യുക, കാരണം അതിൻ്റെ ഉറക്കത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലെൻസിങ് ആണ്. നമ്മളിവിടെ മിൽക്ക് വെച്ചിട്ടാണ് ക്ലെൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാ ക്ലെൻസിങ് ആണ് വരുന്നത്. ക്ലെൻസ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നോർമൽ പാലാണ് കേട്ടോ, പശുവിൻ പാൽ. ഞാൻ ഇവിടെ പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു വൈറ്റ് ക്ലോത്ത് കൊടുത്തിട്ട് ആ വൈറ്റ് ക്ലോത്ത് നല്ലപോലെ പാലിൽ ഡിപ്പ് ചെയ്തിട്ട് നല്ലപോലെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ ഡ്രസ്സിലൊക്കെ ആവുന്ന ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാനിന്ന് പഴയൊരു ഡ്രസ്സ് ഇട്ടത്. കാരണം 2 പ്രാവശ്യം എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് എനിക്ക് നല്ല അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ലപോലെ ഫേസ് ക്ലെൻസ് ചെയ്തെടുക്കണം. പാലൊക്കെ നിലത്താവുന്നുണ്ട്. ഈ ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു 2 to 3 minutes കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്ക്രബ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഒരു 2 to 4 minutes ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തതിൻ്റെ ശേഷം സ്ക്രബ് അപ്ലൈ ചെയ്യുക. അപ്പുള്ള പാലും പിന്നെ ഇത് ബ്രൂവിൻ്റെ കോഫി പൗഡറാണ്. നിങ്ങൾക്ക് ഏത് കോഫി പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യുക. അത്യാവശ്യം നല്ല തരിയുള്ള കോഫി പൗഡർ എടുക്കുകയാണ് നല്ലത്. അപ്പോൾ ഞാനിതാ ഇവിടെ ഈ കോഫി പൗഡർ പാലിലിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഞാൻ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ബാക്കി വന്നാൽ കയ്യിലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പാലിൽ നല്ലപോലെ മിക്സാക്കി എടുക്കണം. എൻ്റെ പാല് കുറച്ച് കൂടിപ്പോയി. ഞാൻ 3ാമത്തെ പാക്കറ്റും പൊടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പാലെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ വെളുത്തിട്ട് ഇന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ലേ എന്നാണ് എൻ്റെ പേടി. 3ാമത്തെ പാക്കറ്റ് കോഫി പൗഡർ ഇതാ പൊട്ടിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വല്ലാതെ ക്യാമറ വേറെ ആംഗിളിലൊന്നും കാണിച്ചു തരാത്തതൊന്നുമല്ല. എൻ്റെ കൈമിൽ ഫുള്ള് ഇതാണ്. ഫോണുമിലൊക്കെ തൊട്ടാൽ അതൊക്കെ ഫോണുമിലാവുന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മതി, നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ബ്രൂവിന് കുറച്ച് തരി കുറവാണെങ്കിൽ ഇതിക്കേറെ തരിയിൽ കിട്ടുമൊക്കെ എടുത്തോളൂ, അതാണ് ബെറ്റർ. അപ്പോൾ ഞാൻ ഷാളൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. എൻ്റെ ആ ഷാളുമ്മല ആയപ്പോൾ അത് ഞാൻ നോർമലി പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ഷോളാണ്, മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിന് തരി കുറവാണ്. ഓക്കെ, ഇനി ഇത് നല്ലപോലെ ഉണങ്ങും വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ,
അപ്പോൾ ഇതിൻ്റെ ഇതിൽ ബാക്കിയുണ്ട്, കൈമൽ ഇടാനുള്ളതുകൊണ്ട് പിന്നെ ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്, അതിനുള്ളത് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറേ ശ്രമിച്ചിട്ട് ഇത് അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ നിങ്ങൾക്ക് ഉണങ്ങിയിട്ടില്ല തോന്നാൻ കാരണം ഞാൻ റിംഗ് ലൈറ്റിൻ്റെ റിഫ്ലക്ഷനിലാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഞാൻ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ഇങ്ങനെ ഫേസ് പാൽ വെച്ച് ആക്കിയ ആ വൈറ്റ് ക്ലോത്ത് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇതൊന്ന് നല്ലപോലെ തുടച്ചെടുക്കുക, ഫുള്ളായിട്ട് തുടച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാനിത് തുടച്ച് സെറ്റായി വെച്ചിട്ടുണ്ട്. എൻ്റെ ഷോളുമ്മലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഞാനിപ്പോൾ വീഡിയോ എടുക്കാനുണ്ട്, അതുകൊണ്ടാണ് ഷോളൊക്കെ ഇട്ടിട്ട് നിന്നത്. നിങ്ങൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഷോളൊക്കെ മാറ്റിയിട്ട് തന്നെ ചെയ്യാൻ നോക്കുക, കാരണം അതുമ്മലൊക്കെ ആയാൽ പിന്നെ അത് ശരിയാക്കണമെങ്കിൽ കുറച്ച് പണിയാണ്. അപ്പോൾ ഇനി നമുക്ക് തേർഡ് സ്റ്റെപ്പ്, നമ്മളിവിടെ നേരത്തെ പാലും കോഫി പൗഡറും മിക്സ് ചെയ്ത മിക്സ് ഉണ്ട്, അതിൽ കുറച്ച് അരിപ്പൊടിയും കുറച്ച് തേനും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. തേർഡ് സ്റ്റെപ്പിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ആവേശം കൂടി പോയി. ഞാൻ ഓൾറെഡി അരിപ്പൊടി ഇട്ട് പോയിട്ടോ. നമ്മൾ കോഫി പൗഡറും പാലും മിക്സ് ഉണ്ടല്ലോ, ബാക്കി ഉണ്ടല്ലോ മിക്സ്, ആ മിക്സിക്ക് കുറച്ച് അരിപ്പൊടി ഇടണം, പിന്നെ കുറച്ച് തേൻ ഒഴിക്കണം, പിന്നെ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. ഞാൻ ഓരോന്നോരോന്നിട്ട് കാണിച്ചു തരാം. ഇനി ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി കുറച്ച് മതി കേട്ടോ, അല്ലെങ്കിൽ ആ ഫേസിൽ ആ യെല്ലോ കളർ അവിടെ പോയി കിട്ടില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്യാണ്ട് ഞാൻ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാൻ പോവാണ്, കാരണം ഇനി എന്തായാലും കൈ വെച്ചിട്ടാണ് ഇത് അപ്ലൈ ചെയ്യണത്. കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്യണം. തേനൊക്കെ നല്ലതാണ് കേട്ടോ. അതിൽ നമ്മൾ യൂസ് ചെയ്യണതൊന്നും സ്കിന്നിന് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതൊന്നുമില്ല. നല്ലപോലെ ഇത് മിക്സ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ആക്കുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയാം. നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഫേഷ്യലൊക്കെ ചെയ്താൽ അവിടെ നിന്ന് പറയുന്ന സെയിം കാര്യം തന്നെയാണ്. ഇത് ഇട്ട ഉടനെ സൺബേണുള്ള ഏരിയാസിലൊന്നും ഇറങ്ങരുത്, വെയിലത്തൊന്നും ഡയറക്റ്റായിട്ട് ഇറങ്ങരുതെന്ന്. കാരണം അവർ ചെയ്യണത് പോലെ തന്നെ നമ്മൾ സ്കിന്ന് സ്ക്രബും എല്ലാം കഴിഞ്ഞതിന് ശേഷം സോഫ്റ്റ് ആവാനാണ് ഇതിലും ചെയ്യണത്. അപ്പോൾ അതിന് ശേഷം കുറച്ചൊന്ന് കെയർ ചെയ്യുക കേട്ടോ. ഇനി ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. നല്ലപോലെ കട്ടിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇത് കഴുകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് കഴുകി കളയാം. എല്ലായിടത്തും കട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഗേൾസിനും ബോയ്സിനും ഒരുപോലെ ചെയ്യുക. പിന്നെ ബോയ്സ് ചെയ്യുമ്പോൾ ആ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, ആ ഒരു സംഭവം മാത്രമായിട്ട് ഒഴിവാക്കുക കേട്ടോ. എൻ്റെ ടീഷർട്ടിലായി. എനിക്കിത് കട്ടിയിലിട്ടിട്ട് അങ്ങോട്ട് മതിയാവണില്ല. ഇനി ഇതൊരു 10-15 മിനിറ്റ് ഇട്ടതിന് ശേഷം വാഷ് ചെയ്ത് കളയാം. 15 minutes later. ഇതിൻ്റെ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം നല്ല കട്ടിക്കിട്ടുണ്ടാവും, വല്ലാതെ അങ്ങോട്ട് ഉണങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ അതിൻ്റെ മുകളിൽ പിന്നെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാവും വല്ലാതെ ഉണങ്ങിയിട്ടില്ല. ഇനി നമ്മളിത് വാഷ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അത്യാവശ്യം നല്ലപോലെ ഉണങ്ങിക്കണമെന്ന് മനസ്സിലാവുന്നത്. ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യട്ടോ, ഓവറായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണ്ട, കാരണം ഓൾറെഡി നമ്മൾ നേരത്തെ സ്ക്രബിങ് കഴിഞ്ഞതാണ്. നല്ല ജെൻറ്റിലായിട്ട് നല്ല സ്ക്രബ് ചെയ്ത് കൊടുക്കും മതി. ഇനി ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഇത് വർക്കിംഗ് ആണ് കേട്ടോ. വർക്കിംഗ് ആണെന്ന് പറഞ്ഞാൽ 100% വർക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്കിൻ കെയർ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും ചെയ്യണ്ട്, കാരണം എനിക്കും അതിൻ്റെ ഡിഫറൻസ് നല്ലപോലെ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഫേസിൽ ഒന്നും ഇട്ടിട്ടില്ല. ഇനി നിങ്ങൾ ഇതിൻ്റെ ശേഷം ചെയ്യേണ്ടത് നിങ്ങൾ നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാമെന്നാണ്. അല്ലാന്നുണ്ടെങ്കിൽ അലോവേറ ജെല്ലെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക, കാരണം നമ്മുടെ സ്കിൻ അത്രയും സോഫ്റ്റ് ആയിരിക്കുന്ന ടൈമല്ലേ. നല്ല ചേഞ്ച് ഉണ്ട്. ഞാൻ പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കണില്ല, കാരണം ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ കരിവാളിച്ച മുഖം കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നല്ല ചേഞ്ച് ഉണ്ടെന്ന്. അപ്പോൾ സിമ്പിളാണ്, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ്. കോഫി പൗഡറും പാലുമാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ ഒപ്പീനിയൻ മീൻസ് നിങ്ങൾ ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് വന്നിട്ടൊന്ന് പറയാം. അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ, അതിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് വേറെ ഫേസ് പാക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങളെ സ്കിൻ കെയർ ചങ്കത്തീസിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെൻസ് ഇത് യൂസ് ചെയ്യുമ്പോൾ ആ മഞ്ഞളില്ലേ അതൊന്ന് സ്കിപ്പ് ചെയ്താൽ മതി, ബാക്കിയൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. പിന്നെ നിങ്ങളെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ 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 ബൈ.